ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്കൊരു ഇമെയിൽ ഐ ഡി മാത്രം മതി ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രിയേറ്റ് ചെയ്ത ചാനൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മുടെ ഭാഗ്യത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മെത്തേഡ്സ് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് ആ ഒരു പ്രോസസ്സ് നോക്കാം. അപ്പോൾ വായോ. യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ നിങ്ങളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. മെയിൽ ഐ ഡി പുതിയത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കാണുന്നത്. ഒന്നും തന്നെ അവിടെ കാണത്തില്ല, സെർച്ച് ഹിസ്റ്ററി ഒന്നും തന്നെ കാണില്ല കേട്ടോ. ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും. നമ്മൾ മെയിലിന് കൊടുത്ത പേരായിരിക്കും അവിടെ മുകളിൽ കാണുക. അക്ഷയലക്ഷ്മി കണ്ണൻ എന്നാണ് ഞാൻ മെയിലിന് കൊടുത്ത പേര്, അതുകൊണ്ടാണ് അത് മുകളിൽ വിസിബിൾ ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ചാനൽ എന്ന് ഒരു റൈറ്റിങ് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും കേട്ടോ. പിക്ചർ, നെയിം, ഹാൻഡിൽ എങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പിക്ചർ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നെയിമാണ് അക്ഷയലക്ഷ്മി കണ്ണൻ. അത് ഓൾറെഡി ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കാണും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അക്ഷയലക്ഷ്മി കണ്ണൻ തന്നെയാണ് ഞാനിവിടെ എൻ്റെ ചാനലിന് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാതെ സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് കാണും. @അക്ഷയലക്ഷ്മി കണ്ണൻ എന്നാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെയും വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിലെ ഒരു ടിക്കായിരിക്കും. ഇവിടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഗ്രീൻ ടിക്കായിരിക്കും കേട്ടോ. ഞാനിവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, സേവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചാനൽ എന്ന് ഒരു ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അക്ഷയലക്ഷ്മി കണ്ണൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എൻ്റെ ഹാൻഡിലിൻ്റെ പേരും അക്ഷയലക്ഷ്മി കണ്ണൻ തന്നെയാണ് കേട്ടോ. നമുക്കിനി വീഡിയോസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്ത ഡേറ്റാണ് കാണുന്നത്, ജൂൺ 2, 2025 കേട്ടോ. ഇനി നമുക്ക് മാനേജ് വീഡിയോസ്. അപ്പം വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ വീഡിയോസ് ഒന്നുമില്ല. നമുക്കവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോസൊക്കെ കേട്ടോ. പിന്നെ അനലിറ്റിക്സും ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എഡിറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇതുപോലെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാം. നമ്മുടെ കവർ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെ കവർ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ കവർ ഫോട്ടോ ഇവിടെ ആദിക്കുട്ടിൻ്റെ ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കവർ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നില്ല എങ്ങനെ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നെയിം, ഹാൻഡിൽ, നമ്മുടെ ചാനലിൻ്റെ URL ആണ് ആ കാണുന്നത്. നമുക്ക് ഇവിടെ എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ എഡിറ്റ് ചെയ്യണമെങ്കിലും പേരും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നമ്മുടെ ചാനൽ എന്തിനെ കുറിച്ചിട്ടാണെന്നൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ അക്ഷയലക്ഷ്മി വ്ളോഗ്സിനാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ കൊടുക്കാതിരിക്കുക നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലതായിരിക്കും കേട്ടോ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൈവസി സെറ്റ് ചെയ്യുക. അത് കീപ്പ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനൽസ് പ്രൈവറ്റ് ആക്കി വെക്കാൻ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ഇല്ല. നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസോ ഷോർട്സോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ. ആ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം പറഞ്ഞോട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ആണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിങ് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ചുമ്മാതെ ട്രൈ ചെയ്ത് ചുമ്മാതെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിടരുത്. നമുക്ക് വീഡിയോസൊക്കെ ഇടണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു കാലമാണ്. ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു 2019
പകുതിക്ക് ഈ ഒരു ജൂൺ ജൂലൈ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2019. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്നൊക്കെ വെച്ച് യൂട്യൂബ് ചാനലുണ്ടോ എന്തായിരുന്നു. ഇപ്പം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ഇതിന് എനിക്ക് 3 ചാനലുണ്ട്, എൻ്റെ വീട്ടിൽ 5 ചാനലുണ്ടെന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇടാൻ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ.